പക്ഷെ അത് എനിക്ക് അവരും അത് അറിയിക്കാൻ പറ്റിയില്ല. ഞാൻ അത് വിട്ടുപോയി. ലാസ്റ്റ് വീട്ടിലൊരു ട്രിമ്മിൽ വന്ന സമയത്ത് ട്രിം ചെയ്ത് പോയതാണ്. അവരങ്ങനെ കുറെ ആൾക്കാരോട് വന്ന് ഭയങ്കര ഇമോഷണൽ ആയിട്ടത്. എനിക്ക് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് എനിക്ക് ഭയങ്കര ആ സിനിമയുടെ കേട്ടുള്ള അഭിപ്രായങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എനിക്കത് വിഷമമായി പോയപ്പോൾ ചേച്ചിക്ക് വരണമെന്ന് വിചാരിച്ചു. പക്ഷെ എത്തിയിട്ടില്ല. ഉടനെ തന്നെ ചേച്ചിക്ക് മികച്ചൊരു വേഷം, ചേച്ചിയെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു വേഷം ഞങ്ങൾ ആരെങ്കിലും അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു സിനിമയിൽ കൊടുക്കുന്നതായിരിക്കും. അത് ചേച്ചിക്ക് അങ്ങനെയെങ്കിലും സന്തോഷമാവാം. മാത്രം കൈ കുറയുന്നില്ലാതെ ചാടിച്ചാടി നിൽക്കുന്ന പയ്യനെ കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് ചെയ്തത്. എന്താ നമ്മൾ ചില സിനിമകൾ പറയുമ്പോൾ അത് സിനിമാറ്റിക് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അതിന്റെ നമ്മൾ ടൂ മച്ച് ലോജിക്ക് നോക്കുന്നതിൽ കാര്യമില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും ആ ഒരു മൊമെന്റിനും ഓഡിയൻസിലേക്ക് കിട്ടുന്ന ഒരു ഫീലിന് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അത് നമ്മൾ മനഃപൂർവ്വം മറന്നു കളഞ്ഞതൊന്നുമല്ല. അങ്ങനെയാണ് അത് സിനിമ. ചില ഇമോഷൻസും ചില സീനും അങ്ങനെ ആയിരിക്കണം. എല്ലാത്തിനും നമുക്ക് കൃത്യമായ ലോജിക്ക് സിനിമയിലേക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കഥ പറഞ്ഞു പോകുമ്പോൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകന് ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളതാണ് സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കുഴിന്ന് എല്ലാവരും ചോദിക്കുന്നത് ആസിഫ് കുഴിന്നൊരു ബോഡി എടുത്ത സിനിമയുടെ ഭാഗ്യം ലക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ എടുത്തേക്കുന്ന സിനിമകളൊക്കെ മുന്നേ വിജയിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇതായത് കുഴിച്ചിട്ടത് കണ്ടെത്തുന്ന ഒരു സ്ക്രിപ്റ്റ് ഈ രേഖാചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വെക്കുമ്പോ ഇങ്ങനെ ഒരു ത്രില്ലർ സിനിമകളിലോ സ്വാഭാവികമായിട്ടും ആസിഫിക്ക ലീഡ് ചെയ്യുന്ന ഒരു ആക്ടർക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ട്. ഈ ഡൗട്ട് ഒക്കെ ക്ലിയർ ആവാൻ എത്ര സമയം? എനിക്ക് കിട്ടിയ ഫസ്റ്റ് നറേഷൻ തന്നെ ഭയങ്കര കൺവിൻസിംഗ് ആയിരുന്നു. ഞാനൊരു സിനിമ കാണുന്ന പോലെയാണ് ഇതിന്റെ ആദ്യത്തെ നറേഷൻ ആണ് കിട്ടിയത്. അതിനുശേഷം ഒരു ഓൾമോസ്റ്റ് 80% കംപ്ലീറ്റ് ആയ സ്റ്റേജിലാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞ ഓരോ സ്റ്റേജിലും കൃത്യമായ ക്ലാരിറ്റി തന്ന് ഇതിന്റെ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജികളെ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് നമ്മൾ ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത്. ഇന്നിപ്പോ എല്ലാം കൂടെ ഒറ്റടിക്കുന്ന നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാനുള്ള അവസരം നോക്കാം. സാർ ഏത് ടൈപ്പ് ഓഫ് സിനിമ ചെയ്യാവുന്നതാണ് ഇഷ്ടം? അല്ലേ, അങ്ങനെ തന്നെ പോകാം. ശരി, താങ്ക് യു സോ മച്ച്.